So, welcome to Tycon Trading Private Limited. നമ്മുടെ കമ്പനിയുടെ പേരാണ്. നമ്മുടെ വെബ്സൈറ്റ് www.mytycon.in ഇതാണ് നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റ്. അപ്പം നമ്മളിവിടെ എന്താണ് ടൈക്കോൺ ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിൽ ആവാൻ പോകുന്നത്, അല്ലെങ്കിൽ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഒരു എന്റർപ്രണർ എന്ന് പറയുന്ന ഒരു ബിസിനസ് ഓണർ ആക്കാനുള്ള ഒരു ഇൻവിറ്റേഷൻ ആണ് ഇവിടെ നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഒരു ബിസിനസ് ഓണർ അല്ലെങ്കിൽ നിങ്ങൾ ഒരു എന്റർപ്രണർ ആയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഇൻകം, അതായത് നിങ്ങൾ ഓൾറെഡി ഇൻകം ഏൺ ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്ക് ഒരു എക്സ്ട്രാ ഇൻകം, അല്ലെങ്കിൽ ഇൻകം സോഴ്സ് ഒന്നും ഇല്ലാതിരിക്കുന്നവർക്ക് ഒരു ഫുൾ ടൈം ഇൻകം സോഴ്സ്, അതുവഴി നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, നിങ്ങൾക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, നിങ്ങളുടെ ഡ്രീംസിനെ ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു മാർഗം, നിങ്ങൾക്ക് ടൈം ഫ്രീഡം, മണി ഫ്രീഡം, ഇതെല്ലാം ലഭിക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. സോ നിങ്ങൾ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. സോ നമ്മളിപ്പോ കാണാൻ പോകുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഹെൽത്തും വെൽത്തും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. ദാറ്റ് ഈസ് ഹെൽത്തി വെൽത്തി ബിസിനസ്. സോ ദിസ് ബിസിനസ് ഈസ് കമ്മിങ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്. അതായത് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലാണ് ഇത് വരുന്നത്. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഹെൽത്തി വെൽത്തി ബിസിനസ് ആണ്. അപ്പൊ ഒരു ഡയറക്ട് സെല്ലിംഗിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് 3 P ആണ്. അതായത് ഫസ്റ്റ് P എന്ന് പറയുന്നത് കമ്പനിയുടെ പ്രൊഫൈൽ, സെക്കൻഡ് P എന്ന് പറയുന്നത് കമ്പനിയുടെ പ്രോഡക്ട്സ്, തേർഡ് P എന്ന് പറയുന്ന കമ്പനിയുടെ ബിസിനസ് പ്ലാൻ. അപ്പൊ അതിനകത്ത് ഈ 3 Pയില് 2 P വളരെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ഒരു P ഒരു ആവറേജ് ആയിട്ട് നിൽക്കുകയും ചെയ്താൽ നമുക്ക് ആ കമ്പനി ധൈര്യമായിട്ട് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോവാം. പക്ഷെ നമ്മുടെ ഇവിടെ 3 Pയും നമുക്ക് വളരെ എഫിഷ്യന്റും വളരെ ഒരു നല്ല രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അങ്ങനെയാണോ എന്നുള്ളത് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുക, നിങ്ങൾ വിലയിരുത്തുക ഈ പ്രസന്റേഷൻ കഴിയുമ്പോൾ. അപ്പൊ ഞാൻ ഫസ്റ്റ് നമ്മുടെ കമ്പനിയെ കുറിച്ച്, അതായത് ഫസ്റ്റ് Pയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് എബൌട്ട് അസ്. അപ്പം ടൈക്കോൺ ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ, ചെയർമാൻ എന്ന് പറയുന്നത് മിസ്റ്റർ യോഗേഷ് തൻപുരെ. ഇദ്ദേഹം ഒരു മഹാരാഷ്ട്ര സ്വദേശിയാണ്. 2002 മുതൽ 2011 വരെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ആസ് എ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഡിസ്ട്രിബ്യൂട്ടർ, ആസ് എ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലീഡർ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ആ കാലയളവിൽ ഏതാണ്ട് ഒരു 5 to 6 crore rupees നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ നിന്നും ഏൺ ചെയ്ത ഒരു വ്യക്തിയാണ്. അത് കഴിഞ്ഞ് 2011 ഇന്ത്യയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്, അതായത് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിന് വളരെ വളരെ ചലഞ്ചസ് നേരിടേണ്ടി വന്നു. ആ സമയത്ത് അദ്ദേഹം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പുറത്തു പോയിട്ട് അദ്ദേഹത്തിന്റെ ഫാമിലി ബിസിനസ്സിലോട്ട് അദ്ദേഹം കടക്കുകയായിരുന്നു. സോ ഇന്ന് മഹാരാഷ്ട്രയിലെ ഒരു ലീഡിംഗ് ഇൻഡസ്ട്രിയലിസ്റ്റ്, ലീഡിംഗ് ബിസിനസ് ഓണർ ആണ് മിസ്റ്റർ യോഗേഷ് തൻപുരെ. അപ്പം ഇവരുടെ ഫാമിലി ബിസിനസ്സിൽ വന്നിട്ട് മിൽക്ക് ബിസിനസ്, ഇവർ മിൽക്കിന്റെ ഏറ്റവും വലിയ, അമുലിന് ഏറ്റവും വലിയ മിൽക്ക് സപ്ലയർ ആണ്. ദേ ഹാവ് ഓൺ കോപ്പറേറ്റീവ് ബാങ്ക്. ഇവരുടെ ഫാമിലിയിൽ തൻപുരെ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഓൺ ഫാമിലി നെയിമിൽ ബാങ്ക് ഉണ്ട്. ടാറ്റ മോട്ടോഴ്സിന്റെ ഒഫീഷ്യൽ ഡീലേഴ്സ് ആണ്, അതിന്റെ ഒഫീഷ്യൽ സർവീസ് സെന്റേഴ്സ് ഉണ്ട്. അത് കണക്ക് ഇവർക്ക് വന്നിട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, കൺസ്ട്രക്ഷൻ ബിസിനസ്, പ്ലോട്ടിംഗ് ബിസിനസ്, ഇതൊക്കെ ഇവരുടെ ഫാമിലിയിലുണ്ട്. സോ ഇറ്റ്സ് എ ഡീസെന്റ് പ്രൊഫൈലാണ്. ഐ എം നോട്ട് ടെല്ലിംഗ് ടാറ്റ, ബിർല, അംബാനി പോലത്തെ പ്രൊഫൈൽ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു ഡീസെന്റ് പ്രൊഫൈലാണ്. ഇന്ന് മഹാരാഷ്ട്രയിലെ വൺ ഓഫ് ദ അപ്കമിങ് ലീഡിംഗ് ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ് മിസ്റ്റർ യോഗേഷ് തൻപുരെ. അടുത്തത് കമ്പനിയുടെ ലീഗൽ ഡോക്യുമെന്റ്സ് ആണ്. കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, കമ്പനിയുടെ പാൻ കാർഡ്, കമ്പനിയുടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വൈ ചൂസ് ആസ്, എന്തിനു വേണ്ടി ടൈക്കോൺ ട്രേഡിംഗ്. അതായത് ഇന്ന് ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സുകളുണ്ട്, ഇഷ്ടം പോലെ പ്രോഡക്റ്റുകളുണ്ട്, ഇഷ്ടം പോലെ ബിസിനസ് പ്ലാൻസ് ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് ടൈക്കോൺ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ ഇവർ വന്നിട്ട് യുണീക്ക് ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ് ആണ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നാച്ചുറൽ ആയിട്ടുള്ള, യുണീക്ക് ആയിട്ടുള്ള, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ്. അപ്പൊ അതിൽ അവർ എന്താണ് ഉറപ്പുവരുത്തുന്നത്? ആ പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി അവർ അഷ്വർ ചെയ്യുന്നുണ്ട്. അതിന്റെ ക്വാളിറ്റി ഒരിക്കലും താഴോട്ട് പോകാതിരിക്കാനുള്ള അഷ്വറൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയ്ക്കും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൈസിലാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അല്ല, അതൊരു അഫോർഡബിൾ പ്രൈസിലാണ് നമുക്ക് കൊടുക്കുന്നത്. അപ്പം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അഫോർഡബിൾ പ്രൈസിൽ കൊടുത്തുകൊണ്ട് ഒരു റിയൽ കമ്മിറ്റ്മെന്റ് നമുക്ക് കാണിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ടൈക്കോൺ ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമ്പനി ചൂസ് ചെയ്യേണ്ടത് എന്ന് പറയേണ്ടത്. അപ്പം ഇപ്പൊ നമ്മൾ ഫസ്റ്റ് P കണ്ടു, പ്രൊഫൈൽ കണ്ടു. സെക്കൻഡ് Pയിലോട്ടാണ് പോകുന്നത്, ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സ്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് 4 കാറ്റഗറിയിലാണ് പ്രൊഡക്ട്സ് ഉള്ളത്. ഒന്ന് വന്നിട്ട്
ലൈഫ് സ്റ്റൈൽ പ്രോഡക്ട്സ്, 2 വന്നിട്ട് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, 3 വന്നിട്ട് വെൽനസ് പ്രോഡക്ട്സ്, 4 വന്നിട്ട് ന്യൂ ജെൻ പ്രോഡക്ട്സ്, നെക്സ്റ്റ് ജെൻ പ്രോഡക്ട്സ്. ഇതാണ് നമ്മൾ 4 കാറ്റഗറിയിൽ ഉള്ള നമ്മുടെ പ്രോഡക്റ്റ്. അതിനകത്ത് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ദാറ്റ് ഈസ് ടൈക്കോൺസ് G1 പ്രാഷ്. G1 എന്ന് പറയുന്നത്, G1 എന്ന് പറഞ്ഞ സോൾ, നമ്മുടെ ലൈഫ് ഒരാളുടെ അകത്ത് ജീവൻ ഉണ്ടോ എന്ന് പറയത്തില്ല, അത് ജീവനിന്റെ ഷോർട്ട് ഫോം ആണ് G1 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് ടൈക്കോൺ G1 പ്രാഷിന്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ടൈക്കോൺസ് G1 പ്രാഷില് 42 ഹെർബൽ യുണീക്ക് ഗ്ലോബൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിന്റെ കൂടെ 43ാമത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നാനോ ടെക്നോളജി അപ്ലൈ ചെയ്തിട്ടുള്ള ഗോൾഡ് ഗ്രാനുവൽസ് ആണ്. അപ്പൊ ടോട്ടൽ 43 ഇൻഗ്രീഡിയൻസ് ആണ്. അതിൽ 42 യുണീക്ക് ഇന്നോവേറ്റീവ് ഗ്ലോബൽ ഇൻഗ്രീഡിയൻസ് പ്ലസ് നാനോ ടെക്നോളജി അപ്ലൈഡ് ഗോൾഡ് ഗ്രാനുവൽസ്. അപ്പം ഗോൾഡും കൂടെ ഇതിൽ ചേരുന്നത് കൊണ്ടാണ് ഇത് ഇച്ചിരി എക്സ്പെൻസീവ് ആവുന്നത്. ഇപ്പൊ മാർക്കറ്റിൽ ഇതുപോലെ നമ്മുടെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള കമ്പനികൾ ഈ ഗോൾഡ് ചേർക്കുമ്പോൾ അവര് മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്ന പ്രൈസിനെക്കാളും 40-45% ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അഫോർഡബിൾ പ്രൈസിൽ കൊടുക്കുന്ന ഒരു കമ്പനി. അതുകൊണ്ടാണ് നമ്മൾ ഈ കമ്പനി ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇതിനകത്ത് വളരെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പൊ ഇൻഗ്രീഡിയൻസിനെ എങ്ങനെയാണ് ഇവർ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ബ്രെയിനിൽ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഹെഡ്, അപ്പൊ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു 5-6 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ബ്രെയിൻ കഴിഞ്ഞാൽ പിന്നെ ലങ്സ് കഴിഞ്ഞാൽ പിന്നെ ഹാർട്ട് കഴിഞ്ഞാൽ കിഡ്നി കഴിഞ്ഞാൽ ലിവർ. അപ്പൊ ബ്രെയിൻ, ലങ്സ്, ഹാർട്ട്, ലിവർ, കിഡ്നി ഈ 5 ഓർഗൻസിനെ എക്സലന്റ് ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാനും എക്സലന്റ് ആയിട്ട് എൻഹാൻസ് ചെയ്യാനും എക്സലന്റ് ആയിട്ട് ഈ ഓർഗൻസിലുള്ള ടോക്സിൻസിനെ പുറത്തെടുക്കാനും ഈ ഓർഗൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഈ ഓർഗൻസിനെ ആക്റ്റീവ് ചെയ്യാനുമുള്ള സൂപ്പർ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ ബ്രെയിൻ ഹെൽത്ത് നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടും, ഹാർട്ട് ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടും, ലങ്സിന്റെ ഹെൽത്തിന് ബെനിഫിറ്റ് കിട്ടും, ലിവറിന്റെ ഹെൽത്തിന് ബെനിഫിറ്റ് കിട്ടും, കിഡ്നിയുടെ ഹെൽത്തിന് ബെനിഫിറ്റ് കിട്ടും. പിന്നെ ഇമ്മ്യൂണിറ്റി, അതായത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ മാത്രം ഏതാണ്ട് 6-7 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രോഡക്റ്റ് റെഗുലറായിട്ട് കൺസ്യൂം ചെയ്യുന്നവരുടെ രോഗപ്രതിരോധ ശേഷി, അതായത് ഇമ്മ്യൂണിറ്റി പവർ എക്സലന്റ് ആയിരിക്കും. അപ്പൊ ഓവറോൾ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി സൂപ്പർബ് ആണ്, നിങ്ങളുടെ ബ്രെയിൻ സൂപ്പർബ് ആണ്, നിങ്ങളുടെ ലങ്സ്, ഹാർട്ട്, ലിവർ, കിഡ്നി സൂപ്പർബ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സലന്റ് ആയിട്ട് കിട്ടുന്ന ഒരു ബോണസ് ബെനിഫിറ്റ് ഉണ്ട്. ആ ബെനിഫിറ്റ് ആണ് സെക്ഷൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പം ഒരു ആണിലും പെണ്ണിലും ഒരുപോലെ വർക്ക് ചെയ്യുന്ന ഒരു യൂണിസെക്സ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ടൈക്കോൺസ് G1 പ്രാഷ്. ഇന്ന് മാർക്കറ്റിൽ ഇതുപോലെ നമുക്ക് ഡിഫറെന്റ് ഓർഗൻസിൽ പ്രവർത്തിക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് മെയിലിന് വേറെ ഫീമെയിലിന് വേറെ എന്ന് പറഞ്ഞിട്ടാണ്. ബട്ട് ദിസ് ഈസ് എ യൂണിസെക്സ് പ്രൊഡക്റ്റ്. ഇത് ഒരേ പ്രൊഡക്റ്റ് മെയിലിലും ഫീമെയിലിലും കുട്ടികളിലും ഒരുപോലെ വർക്ക് ചെയ്യുന്ന, ഒരുപോലെ റിസൾട്ട് പ്രൊവൈഡ് ചെയ്യിപ്പിക്കുന്ന ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസിന്റെ ഒരു റിസർച്ച്ഡ് കോമ്പിനേഷൻ ആണ് ടൈക്കോൺസ് G1 പ്രാഷ്. ഓക്കെ, അപ്പം ഇത് വളരെ എഫക്റ്റീവ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ ടൈപ്പ് ക്യാൻസേഴ്സിലും ഇത് വളരെ എഫക്റ്റീവ് ആണ്. ഇത് സപ്പോർട്ട് ചെയ്യും, എല്ലാ ടൈപ്പ് ക്യാൻസർ പേഷ്യൻസിനും ഇത് വളരെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ക്യാൻസർ വരരുത് എന്ന്, അതായത് അവരുടെ ഫാമിലിയിൽ മറ്റേ നമ്മൾ പറയത്തില്ലേ ജീനിയോളജി, നിങ്ങളുടെ ജീനിയോളജിയിൽ അതായത് അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അപ്പൂപ്പനോ അമ്മൂമ്മയ്ക്കോ അല്ലെങ്കിൽ അച്ഛന്റെ അനിയനോ ചേട്ടനോ അമ്മയുടെ അനിയത്തിക്കോ ചേട്ടത്തിക്കോ ആർക്കെങ്കിലും ഒക്കെ ക്യാൻസർ ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ക്യാൻസർ വരാനുള്ള ടെൻഡൻസി, ക്യാൻസർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ളവർ ക്യാൻസർ വരാതിരിക്കാനുള്ള ഇൻഗ്രീഡിയന്റ് സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് എടുത്തോണ്ടിരുന്നാൽ അവരുടെ ജീവിതത്തിൽ, അവരുടെ ലൈഫിൽ ക്യാൻസർ വരുന്ന ഒരു കാറ്റഗറിയെ നമുക്ക് അവോയ്ഡ് ചെയ്യുകയും ഒരു ക്യാൻസർലെസ് ലൈഫ് നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പം ഈ നമ്മുടെ ടൈക്കോൺ G1 പ്രാഷിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് എല്ലാ ടൈപ്പ് ക്യാൻസേഴ്സിലും ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സൂപ്പർബ് ഫോർമുലയാണ്. പിന്നെ ഡയബറ്റീസ്, പിന്നെ ബ്രെയിൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ. അപ്പൊ ബ്രെയിൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എന്തൊക്കെ വരും? പാർക്കിൻസൺ ഡിസീസ് വരും, പാരാലിസിസ് വരും, അൽസൈമർ ഡിസീസ് വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഡിസീസസിലൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ബ്രെയിൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ലങ്സ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, എല്ല് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അതായത് എല്ല് എന്ന് പറയുന്നത് നമ്മുടെ ബോൺസ് റിലേറ്റഡ് ആയിട്ടുള്ള എനിത്തിങ്, പെയിൻസ്, ഇതിലെല്ലാം വളരെ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. കാരണം നിങ്ങൾക്ക് ആ സർട്ടിഫിക്കേഷൻസ് കാണാൻ പറ്റും. 8 മുതൽ 10 അമേസിംഗ് സർട്ടിഫിക്കറ്റ്സ് ഉള്ള ഒരു സൂപ്പർ കോമ്പിനേഷൻ ആണ് നമ്മുടെ ടൈക്കോൺസ് G1 പ്രാഷ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡോസേജ് വളരെ സിമ്പിൾ ആണ്. മെയിൽസിന് ഒരു 8 to 10 grams പെർ ഡേയും ഫീമെയിൽസിന്
ഒരു 3 to 5 gram പെർ ഡേ ആണ്, കുട്ടികൾക്ക് ഒരു 1 to 2 gram പെർ ഡേ ആണ് സജഷൻ ചെയ്യുന്നത്. അപ്പൊ ഇത് വളരെ എഫക്റ്റീവ് ആണ്, ഓക്കെ, വളരെ യൂസ്ഫുൾ ആണ് ഇത് ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകൾക്ക്. ഇപ്പൊ ചിലർക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതെങ്ങനെയുള്ള ആളാന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു പേഴ്സൺ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യരുത്. ഡയാലിസിസ് കഴിഞ്ഞിട്ട് അവർക്ക് എടുക്കാം, അല്ലെങ്കിൽ ഡയാലിസിസിന് മുമ്പ്. ഡയാലിസിസ് ചെയ്യുന്നതിന് ഒരു 2 ദിവസം മുമ്പ്, ഡയാലിസിസ് കഴിഞ്ഞ 2 ദിവസം വരെ നമ്മൾ ഈ പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യരുത്. പ്രഗ്നന്റ് ലേഡീസിന് നമ്മൾ ഇത് ചെയ്യുന്നില്ല. ഫീഡിങ്, അതായത് കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന ലേഡീസിന് നമ്മൾ ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് കണക്ക് ഫീമെയിൽസിന് ആർക്കാണോ പീരിയഡ്സ് ഉള്ളത് മെൻസ്ട്രേഷൻസ്, അവർക്ക് നമ്മൾ ഈ പ്രോഡക്റ്റ് ആ പർട്ടിക്കുലർ പീരീഡിൽ മാത്രം നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല. ഈ സമയത്ത് നിങ്ങൾ ഒരു 3-3.5 ലിറ്റർ വെള്ളം കുടിക്കുകയും നിങ്ങൾ ഒരു 15 മുതൽ 20 മിനിറ്റ് വാക്കിംഗ് കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സലന്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ടൈക്കോൺസ് ജീവൻ പ്രാഷ്. അടുത്ത ഞാൻ നിങ്ങൾക്ക് പോയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അമൃത് ജ്യൂസ്. അമൃത് ജ്യൂസ് ഇസ് ആൻ ആന്റി ഓക്സിഡന്റ്. ഇന്ന് നമ്മുടെ കമ്പനിയിൽ 2 ടൈപ്പ് ഓഫ് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അതിൽ 2 കാറ്റഗറിയിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അമൃത് ജ്യൂസിന്റെ ബെനിഫിറ്റ്സ് എന്താ വെച്ചാൽ 176 ഫൈറ്റോ ന്യൂട്രിയൻസ് ഉണ്ട്. ഇതിനകത്ത് 13 ഹെർബൽ ഗ്ലോബൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഇതിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡീടോക്സിംഗ് ആണ്. അതായത് നിങ്ങളുടെ സ്റ്റൊമക്കിനെ ക്ലീൻ ചെയ്യുക, ഗട്ട് ഹെൽത്തിനെ ക്ലീൻ ചെയ്യുക. ഗട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഇന്റസ്റ്റൈൻസ്, ചെറിയ കുടൽ വലിയ കുടൽ എന്ന് പറയത്തില്ലേ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ലാർജ് ഇൻറ്റസ്റ്റൈനെ ക്ലീൻ ചെയ്യുക, സ്റ്റൊമക്കിനെ ക്ലീൻ ചെയ്യുക, ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇവിടെ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇത് എക്സലന്റ് സോഴ്സ് ഓഫ് മൾട്ടി വിറ്റാമിൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ റെഗുലർ ആയിട്ട് കഴിക്കുന്നവർക്ക് നല്ലൊരു എനർജി ഫീലിംഗ്, അതായത് ഡെയിലി ഓൾ ഡേ അവർ ജോലി ചെയ്യുന്നവർക്ക് നല്ലൊരു എനർജി ഫീലിംഗും പ്യൂരിഫിക്കേഷൻ, അതായത് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ, ബോഡിയിലുള്ള ടോക്സിൻസ് പ്യൂരിഫിക്കേഷൻ ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ആന്റി ഓക്സിഡന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ആന്റി ഓക്സിഡന്റ് ആണ്, ഇത് സെക്കൻഡ് ആന്റി ഓക്സിഡന്റ് ആണ് കമ്പനിയുടെ, ദാറ്റ് ഈസ് സീബക്തോൺ. അപ്പൊ സീബക്തോൺ എന്ന് പറയുന്നത് ഒമേഗ, അതായത് നമ്മൾ നോർമലി ഒമേഗ എന്ന് പറയുന്നത് 2 ഓർഗൻസിൽ പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഒമേഗ. ഒന്ന് ബ്രെയിനില്, ഒന്ന് ഹാർട്ടില്. അപ്പൊ ഈ കുട്ടികൾക്കൊക്കെ നിങ്ങൾ കേട്ടാണ്, ചെറിയ കുട്ടികൾക്ക്, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഫിഷ് ഓയിൽ കൊടുക്കും. അപ്പൊ ഞാനൊക്കെ ചെറുതിലുള്ളപ്പം എന്റെ ഫാദറൊക്കെ എനിക്ക് ഫിഷ് ഓയിൽ വാങ്ങിച്ചു തരുമായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കും ഇത് എന്തിനാ ഫിഷ് ഓയിൽ? അപ്പൊ ഫാദർ പറയും ഇത് കഴിക്കുമ്പോൾ ബ്രെയിൻ എൻഹാൻസ് ആവും, മെമ്മറി ഷാർപ്പ് ആവും, ഇപ്പം എഡ്യൂക്കേഷന് വളരെ നല്ലതാണ്. എന്റെ ഫാദർ അന്ന് ഞാൻ ചെറുതിൽ എന്റെ അടുത്ത് പറയുമായിരുന്നു. അപ്പം ഈ ഒമേഗ ഫാക്ടേഴ്സ് നോർമലി ഞാൻ കേട്ടിട്ടുള്ളത് ഫിഷ് ഓയിലിൽ നിന്നാണ് ലഭിക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ സീബക്തോണിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ ലോകത്തിലെ ഒമേഗ ഫാക്ടേഴ്സ് കിട്ടുന്ന ഏക വെജിറ്റേറിയൻ സോഴ്സ് ആണ് സീബക്തോൺ. അപ്പൊ ഈ സീബക്തോണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3, 5, 6, 7, 9 ഈ എല്ലാ ഒമേഗയും കിട്ടുന്ന ഏക ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ സീബക്തോൺ ജ്യൂസ് എന്ന് പറയുന്നത്. ഇത് എക്സലന്റ് സോഴ്സ് ഓഫ് ന്യൂട്രീഷൻ ആണ്. ഇത് കണ്ണിന് വളരെ നല്ലതാണ്, ഇമ്മ്യൂണിറ്റിക്ക് വളരെ നല്ലതാണ്, ബ്രെയിനിന് വളരെ വളരെ നല്ലതാണ്, ഹാർട്ടിന് വളരെ നല്ലതാണ്. അപ്പൊ ഇതാണ് ഈ പ്രോഡക്റ്റ്, ഇതാണ് സെക്കൻഡ് ആന്റി ഓക്സിഡന്റ് സീബക്തോൺ. അപ്പൊ ഇറ്റ്സ് എൻ എക്സലന്റ് ഒമേഗ ഫാക്ടേഴ്സ് ഉള്ളതാണ്. 3 എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ക്യാപ്സൂൾസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകണം. ഒന്ന് ഡൈബോ കെയർ. ഡൈബോ കെയർ എന്ന് പറഞ്ഞാൽ ഡയബറ്റീസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ആഫ്റ്റർ ഫുഡ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷവും രാത്രി ഡിന്നറിന് ശേഷവും ഓരോ ക്യാപ്സൂൾ എടുക്കുമ്പോൾ ഇത് എക്സലന്റ് ആയിട്ട് ഡയബറ്റിക് പേഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യുകയും പ്രീ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് ഡയബറ്റിക് വരാതിരിക്കാനുള്ള പ്രിവെൻഷൻ ചെയ്യുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അടുത്തത് ഫീമെയിൽ കെയർ പ്രൊഡക്ട്സ്. ഫീമെയിൽ കെയർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതൊരു ഫീമെയിൽ ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. അതായത് ലേഡീസിന് നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ഒത്തിരി ചലഞ്ചസ് അവരുടെ അകത്തുണ്ട്. മെയിൻ എന്ന് പറയുന്ന ഹോർമോണൽ ഇംബാലൻസ് ആണ്. അപ്പൊ ഹോർമോണൽ ഇംബാലൻസ് നടക്കുന്ന ലേഡീസിന് വരുന്ന ചലഞ്ച് എന്താന്ന് വെച്ചാൽ, അവരുടെ ശരീരത്തിൽ, അതായത് കാലില്, കയ്യില്, ഫേസിലൊക്കെ നിങ്ങൾ കാണാം ആണുങ്ങളെ പോലെ ഹെയർ ഗ്രോത്ത് കാണും. അപ്പൊ ഹെയർ ഗ്രോത്ത് എന്തിനാ ഫീമെയിൽസിൽ വരുന്നതെന്ന് വെച്ചാൽ ബിക്കോസ് ഹോർമോണൽ ഇംബാലൻസ്. അതേപോലെ പീരീഡ്സ്, ഇറഗുലർ പീരീഡ്സ് വരിക, പീരീഡ്സിന്റെ ടൈമിൽ ഭയങ്കരമായിട്ടുള്ള ചലഞ്ചസ് വരിക, മെൻസ്ട്രൽ ഡിസോർഡേഴ്സ്, ഇങ്ങനെ ഒത്തിരി ചലഞ്ചസിനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ പറയുന്ന ഫീമെയിൽ കെയർ. അപ്പം ഇത് PCOD കംപ്ലൈന്റ് ലേഡീസിൽ നിന്ന് വളരെ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഈ പ്രോഡക്റ്റ് റെഗുലറായിട്ട് കളിക്കുന്നവർക്ക് PCOD വരാതെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് ഫീമെയിൽ കെയർ. ദെൻ കിഡ്നി കെയർ. കിഡ്നി കെയർ എന്ന് പറയുന്നത് ആസ് നെയിം സജസ്റ്റ് കിഡ്നിക്ക് വേണ്ടിയിട്ടുള്ള അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. കിഡ്നിയെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ജോലി. അപ്പൊ കിഡ്നി ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിഡ്നി സ്റ്റോൺ എന്നുള്ള ഒരു ചലഞ്ച് വരുമ്പോൾ ഇത് വളരെ ഒരു നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന, കിഡ്നി സ്റ്റോൺസിന് വളരെ സപ്പോർട്ട് ചെയ്യുന്ന, കിഡ്നി സ്റ്റോൺ വരാതിരിക്കാനും കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് ആ കിഡ്നി സ്റ്റോണിനെ ബ്രേക്ക് ചെയ്ത് ചെറിയ പീസിലാക്കി അതിനെ യൂറിൻ വഴി പുറത്തു കൊണ്ടുവരാനുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സലന്റ് ആയിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ കിഡ്നി കെയർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ദെൻ ലിവർ കെയർ. അപ്പം ആസ് യുവർ നെയിം സജസ്റ്റ് ഇറ്റ് ഈസ് സ്പെഷ്യലൈസിങ് ലിവർ സപ്പോർട്ട് ആണ്. ലിവറിനെ ക്ലീൻ ചെയ്യുക, ലിവറിലുള്ള
ടോക്സിൻസിനെ പുറത്തെടുക്കുക, ലിവറിനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഇത്. അപ്പം ഇതും എക്സലന്റ് ആയിട്ടുള്ള ഒരു ലിവർ കെയർ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ദെൻ ഓർത്തോ കെയർ, ഇറ്റ്സ് എൻ അമേസിംഗ് ജോയിന്റ് ഡിസോർഡേഴ്സ്, അമേസിംഗ്. അതായത് ഇന്ന് നമുക്ക് പല ടൈപ്പ് ഓഫ് പെയിൻസ് അല്ലെ, നെക്ക് പെയിൻ, നീ പെയിൻ, ജോയിന്റ് പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ, ഇങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് പെയിൻസിൽ അമേസിംഗ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സലന്റ് ആയിട്ടുള്ള ഹെർബൽ ഫോർമുലേഷൻ ആണ് ഈ ഓർത്തോ കെയർ എന്ന് പറയുന്നത്. ഇത് ബോൺ ഹെൽത്തിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും, ജോയിന്റ് മൊബിലിറ്റിക്ക് സപ്പോർട്ട് ചെയ്യും, ആർത്രൈറ്റിസ് പേഷ്യന്റിന് വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതിൽ എക്സലന്റ് സോഴ്സ് ഓഫ് വിറ്റാമിൻ സി ആണ്, വിറ്റാമിൻ സി ഹൈ സോഴ്സ് ഇതിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഓർത്തോ കെയർ എന്ന് പറയുന്നത്. ദെൻ ആസ് എ നെയിം സജസ്റ്റ്, ഇറ്റ്സ് എ പൈൽസ് പ്രൊഡക്റ്റ്. പൈൽസ് പേഷ്യൻസിന് വളരെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന എക്സലന്റ് ആയിട്ട് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള, അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ടൈക്കോൺ പൈൽസ് എന്ന് പറയുന്നത്. ദെൻ വെയിറ്റ് ലോസ് ഉണ്ട്. അപ്പൊ ആരെങ്കിലും ഓവർ വെയിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം ഈ ക്യാപ്സൂൾ കഴിച്ചാൽ ഉടനെ വെയിറ്റ് കുറയുന്നല്ല ഞാൻ പറയുന്നത്. ഇതിന്റെ കൂടെ നിങ്ങൾ ഡയറ്റും ഫോളോ ചെയ്യണം, ബേസിക് എക്സസൈസും നിങ്ങൾ ചെയ്യണം. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു 15-20 മിനിറ്റ് രാവിലെ ഒരു ബ്രിസ്ക് വാക്കിങ്ങും ഈവനിങ് ഒരു 15-20 മിനിറ്റ് ബ്രിസ്ക് വാക്കിങ്ങും ചെയ്തുകൊണ്ട് ഫുഡ് ഹാബിറ്റ്സിൽ കുറച്ച് കൺട്രോൾ ചെയ്ത്, ഫാറ്റി ഫുഡ്സ്, ഓയിലി ഫുഡ്സ് ഒക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഈ ക്യാപ്സൂൾ കഴിച്ചാൽ നിങ്ങൾക്ക് ഒരു 3 മാസത്തിൽ നല്ല എക്സലന്റ് ആയിട്ടുള്ള റിസൾട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്ന, നല്ലൊരു ഡിഫറൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഈ പറഞ്ഞ വെയിറ്റ് ലോസ് ക്യാപ്സൂൾ. ദെൻ ഐ എം ടോക്കിംഗ് അബൌട്ട് പ്യൂർലി ഇതൊരു ലേഡീസ് പ്രൊഡക്റ്റ് ആണ്, മാജിക് ജെൽ. ഇറ്റ്സ് എ പ്യൂർ ലേഡീസ് പ്രൊഡക്റ്റ്. ഓക്കെ, സാനിറ്ററി നാപ്കിൻ ആണ്. അപ്പൊ ഇന്ന് മാർക്കറ്റിൽ ഇഷ്ടം പോലെ സാനിറ്ററി നാപ്കിൻ അവൈലബിൾ ആണ്. അപ്പൊ എന്തുകൊണ്ട് ഞാൻ ഈ സാനിറ്ററി നാപ്കിൻ മേടിക്കണം എന്നൊരു ക്വസ്റ്റ്യൻ വരാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു ഇന്റർനാഷണൽ പ്രൊഡക്റ്റ് ആണ്, ഇത് ഇമ്പോർട്ട് ചെയ്യുവാണ്, കമ്പനി ഇമ്പോർട്ട് ചെയ്തിട്ട് അവരുടെ ബ്രാൻഡിൽ വിൽക്കുന്നു. ഫസ്റ്റ് പ്ലസ് എന്ന് പറയുന്നത് അതാണ്. സെക്കൻഡ് പ്ലസ്, ഇത് 100% പ്യൂർ കോട്ടണിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ നോർമലി നമുക്ക് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന സാനിറ്ററി പാഡൊക്കെ സിന്തറ്റിക് മെറ്റീരിയൽ ആണ്. അപ്പൊ സിന്തറ്റിക് മെറ്റീരിയൽ ഒക്കെ ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് പല ടൈപ്പ് ഓഫ് അലർജീസ് സ്കിന്നിൽ പ്രൊഡ്യൂസ് ചെയ്യും. അത് കണക്ക് ഇപ്പൊ ചില ലേഡീസിനൊക്കെ അവർക്കറിയാം, അതായത് അവരുടെ ഇത് യൂസ് ചെയ്യുന്ന ഭാഗത്ത് ഭയങ്കരമായിട്ട് ഒരു ബ്ലാക്കനിങ്, ഒരു കറുത്ത ഒരു പാട്, ഒരു കറുത്തിട്ട് വരും, അവരുടെ സ്കിന്നിൽ ഒരു അലർജി പോലെ വരും സിന്തറ്റിക് മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ. അത് കണക്ക് ഇതിനകത്ത് ഒരു ആന്റി ബാക്ടീരിയൽ സ്ട്രിപ്പ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ അവിടെ ഫോം ചെയ്യുന്ന ബാക്ടീരിയ, വൈറസിനെ ഇത് ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷൻസ് അവർക്ക് അവരുടെ പ്രൈവറ്റ് പാർട്ടിൽ ഉണ്ടാവില്ല. ഇത് സ്കിൻ ഫ്രണ്ട്ലി ആണ്. ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് 100% കെമിക്കൽ ഫ്രീ ആണ്. അപ്പം നോർമലി ഇന്ന് മാർക്കറ്റിലേക്ക് അവൈലബിൾ ആയിട്ടുള്ള പല പാഡ്സിലും കെമിക്കൽസിന്റെ കണ്ടന്റ് വളരെ കൂടുതലാണ്. അപ്പൊ ഈ കെമിക്കൽസിന്റെ കണ്ടന്റും പ്യൂർ കോട്ടൺ അല്ലാത്തത് കൊണ്ടും ബാക്ടീരിയ ഡിസ്ട്രോയ് ചെയ്യാനുള്ള സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടും ഇത് ലേഡീസ് ഉപയോഗിക്കുമ്പോൾ അവർക്ക് അതുകൊണ്ട് ഒത്തിരി ചലഞ്ചസ്, അതായത് അവർക്ക് ഇച്ചിങ് വരാം, അലർജി വരാം. ഓക്കെ, അവിടെ പിമ്പിൾസ്, അവരുടെ പ്രൈവറ്റ് പാർട്സിൽ പിമ്പിൾ വരിക, സ്കിന്ന് കറുക്കുക, സ്കിന്ന് കറുത്തിട്ട് അവരുടെ ബാക്കി ഭാഗങ്ങളൊക്കെ നല്ല കളർ ഡിഫറൻസ് അവർ കാണാം. അവരുടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ അവരുടെ തൈസ് എടുക്കുകയാണെങ്കിൽ തൈസിലും അവർ ഈ പാഡ്സ് ഉപയോഗിക്കുന്ന ഭാഗങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കളർ ഡിഫറൻസ് വരും. കാരണം എന്താ വെച്ചാൽ ഈ പാഡ്സിലുള്ള കെമിക്കൽസും പാഡ്സിലുള്ള ഈ ഈ സിന്തറ്റിക് മെറ്റീരിയലും ആ സ്കിന്നിനെ അവർ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്ത്, ആ സ്കിന്നിന്റെ അവിടെയുള്ള സെൽസിനെ ഡിസ്ട്രോയ് ചെയ്ത് അത് ബ്ലാക്കനിങ് എഫക്ട് കൊണ്ടുവരികയാണ്. ഓക്കെ, അത് റെഗുലറായിട്ട് അത് ഉപയോഗിക്കുന്ന ലേഡീസിന് അറിയാം ഞാൻ പറയുന്നത് എന്താണെന്ന്. അത് എനിക്ക് 5 times ബെറ്റർ അബ്സോർപ്ഷൻ ആണ്, നമ്മൾ നോർമൽ ഉപയോഗിക്കുന്ന പാഡിനേക്കാളും 5 ഇരട്ടി കൂടുതൽ. അപ്പൊ നിങ്ങൾ നോർമലി ഒരു പാഡ് നിങ്ങൾ ഒരു 2 മണിക്കൂർ 3 മണിക്കൂറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതൊരു 12 മുതൽ 15 മണിക്കൂർ ഉപയോഗിക്കാം. 24 മണിക്കൂർ വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്നോളജിയാണ് ഈ പാഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പ്രോഡക്റ്റ് റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ലേഡീസിന് അവർക്ക് സംബന്ധമായിട്ടുള്ള യൂട്രസ് സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങളും വരാതെ പ്രിവെന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് മാജിക് ജെൽ. Now I am coming to a beauty product called Golden Facial Kit. ഇപ്പൊ ഗോൾഡൻ ഫേഷ്യൽ കിറ്റിൽ നമ്മൾ 5 ടൈപ്പ് ഓഫ് ക്രീം ആണ് കൊടുക്കുന്നത്. പൈറോ ഗോൾഡൻ ക്ലെൻസിങ് ക്രീം, പൈറോ ഫേസ് സ്ക്രബ്, പൈറോ മസാജ് ക്രീം, പൈറോ ഫേസ് ജെൽ, പൈറോ ഫേസ് പാക്ക്. ഈ 5 ക്രീം ഇതേ ഓർഡറിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഫസ്റ്റ് ക്ലെൻസ് ചെയ്യണം, 2 ഫേസ് സ്ക്രബ് ചെയ്യണം, മസാജ് ചെയ്യണം, ഫേസ് ജെൽ അപ്ലൈ ചെയ്യണം, പിന്നെ ഫേസ് പാക്ക് ഇടണം. ഇപ്പൊ നിങ്ങൾ ഏതൊരു സലൂണിലും ഒരു ബ്യൂട്ടി പാർലറിലും ചെന്നിട്ട് ഒരു ഗോൾഡൻ ഫേഷ്യൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മിനിമം 1500 രൂപ മുതൽ 3500 രൂപ വരെ ചാർജ് ചെയ്യുന്നുണ്ട്. ഇന്ന് യൂണിസെക്സ് ആണ് ഇതും. കാരണം പണ്ടൊക്കെ ഫേഷ്യൽ എന്ന് പറയുന്ന ലേഡീസ് മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് കോളേജിൽ പോകുന്ന എല്ലാ കുട്ടികളും, അത് ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ, ആന്റീസ് ആയിക്കോട്ടെ, അങ്കിൾസ് ആയിക്കോട്ടെ, ലേഡീസ് ആയിക്കോട്ടെ, ജെന്റ്സ് ആയിക്കോട്ടെ, ഓക്കെ, ആരായിക്കോട്ടെ, എല്ലാവരും ഇന്ന് ബ്യൂട്ടി എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഫേഷ്യൽ എന്ന് പറയുന്ന ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് ആണ്. ഈ കിറ്റ് വെച്ചിട്ട് അപ്രോക്സിമേറ്റ്ലി 5 ഫേഷ്യൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു കിറ്റിൽ 5 ഫേഷ്യൽ ചെയ്യാൻ പറ്റും. അപ്പൊ ചെയ്താൽ ഈ 5 ഫേഷ്യൽ
എത്ര ദിവസത്തിൽ ഒരിക്കൽ ചെയ്യണം എന്ന് വെച്ചാൽ 20 മുതൽ 25 ദിവസം കൂടുമ്പോൾ ചെയ്യണം. 20 to 25 ഡേയ്സ് ഗ്യാപ്പിൽ ചെയ്യണം. അങ്ങനെ നിങ്ങൾ ഈ കിറ്റ് മേടിച്ച് 20 to 25 ഡേയ്സ് ചെയ്യുമ്പോൾ 125 ഡേയ്സ്. അപ്പൊ 125 ഡേയ്സിൽ നിങ്ങളുടെ ഫേസിന്റെ ഡിഫറൻസ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ ഫസ്റ്റ് എന്നുള്ളതിന്റെ ഒരു കളർ, ആ ബോക്സിന്റെ കളറും ഫിഫ്ത്ത് എന്ന് പറയുന്ന ബോക്സിന്റെ കളറും കണ്ടോ, ആ ഡിഫറൻസ് നിങ്ങളുടെ സ്കിന്നിൽ ഗ്യാരണ്ടി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെർബൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ പൈറോസ് ഗോൾഡൻ ഫേഷ്യൽ കിറ്റ്. ഓക്കെ, സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇറ്റ്സ് എൻ എക്സലന്റ് പ്രൊഡക്റ്റ്. എനിക്ക് വളരെ പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയും. അപ്പം ബയോമാഗ്നറ്റിക് കിറ്റ്, ടൈക്കോൺസ് ബയോമാഗ്നറ്റിക് കിറ്റ്, ഇതൊരു മാഗ്നറ്റിക് തെറാപ്പിയാണ്. ഇവിടെ നമ്മൾ 3 ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ആണ് ഇതിൽ നമ്മൾ കൊടുക്കുന്നത്. ഒന്ന് വന്നിട്ട് മാട്രസ് എന്ന് പറയുന്നത് മെത്ത പോലെ ഇരിക്കും, അത് സ്മോൾ തിൻ മെത്ത പോലെ ഇരിക്കും. ഒന്ന് വാട്ടർ പാഡ്, 3 റിസ്റ്റ് ബാൻഡ്. അപ്പൊ ഈ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത് ജപ്പാനിലാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ഓക്കെ, ജാപ്പനീസ് വളരെ ഇന്നും ജപ്പാനിൽ അന്ന് മുതൽ ഇന്ന് വരെ ജപ്പാനിൽ വളരെ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ് മാഗ്നറ്റിക് തെറാപ്പി. ഇപ്പൊ നമ്മുടെ ഇവിടെ വന്നിട്ട് എന്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന തെറാപ്പി ഏതാണ്? അലോപ്പതിക് തെറാപ്പി. അതിൽ ആയുർവേദം ഉണ്ട്. ആയുർവേദം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ് ഏതാണ്? കേരള. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആയുർവേദം ഉപയോഗിക്കുന്നതും ഹോമിയോപ്പതി ഉപയോഗിക്കുന്നതും എൻറ്റയർ ഇന്ത്യയിൽ. അപ്പം അതുപോലെ ജപ്പാനിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു തെറാപ്പിയാണ് മാഗ്നറ്റിക് തെറാപ്പി. അപ്പം ഇതിനകത്ത് മാഗ്നറ്റിക് തെറാപ്പിയിൽ ഇപ്പൊ മാഗ്നറ്റിക് കിറ്റ് പല കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ട്രഡീഷണലും ഒരു 2-3 നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ടില്ല വളരെ ഡീപ്പായിട്ട്. ഇവിടെ ഞാൻ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന ഇവിടെ ഉപയോഗിക്കുന്ന മാഗ്നറ്റ്സ് ആണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് N35 നിയോഡിമിയം മാഗ്നറ്റ്സ് ആണ്. ഇപ്പൊ N35 നിയോഡിമിയം മാഗ്നറ്റ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാസയില് അവർ ഉപയോഗിക്കുന്ന അവരുടെ ഡ്രസ്സ്, നാസയിൽ അവർ സ്പേസിൽ പോകുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് ആന്റി റേഡിയേഷൻ ഡ്രസ്സിൽ അവർ ഉപയോഗിക്കുന്ന മാഗ്നറ്റ്സ്, അവർ മാഗ്നറ്റിക് തെറാപ്പി വെച്ചിട്ടാണ് അവരുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അവർ ഉപയോഗിക്കുന്നതാണ് N35 നിയോഡിമിയം മാഗ്നറ്റ്സ്. ഇറ്റ് ഈസ് വെരി വെരി എക്സ്പെൻസീവ് മാഗ്നറ്റ്, നാനോ ടെക്നോളജി അപ്ലൈഡ് മാഗ്നറ്റ്സ്. അപ്പൊ അതിന്റെ 100 മാഗ്നറ്റ് ആണ് ഇവിടെ ഒരു മാട്രസിൽ നമ്മൾ ഇടുന്ന 100 മാഗ്നറ്റ് ആണ്. അപ്പൊ 100 മാഗ്നറ്റ് ഉള്ള ഒരു സംഭവമാണ് ഇതിനകത്ത് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതിനെ വന്നിട്ട് എന്ത് ചെയ്യുന്ന നമ്മള് ആ 100 മാഗ്നറ്റ് ഉള്ളതിനെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടാണ് ആ മാട്രസ് നിർമ്മിക്കുന്നത്. അതുപോലെ പാഡ് ആയാലും റിസ്റ്റ് ബാൻഡ് ആയാലും ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന N35 നിയോഡിമിയം മാഗ്നറ്റ്സ് ആണ്. ഓക്കെ, പിന്നെ അത് കണക്ക് ഇതിനകത്ത് ഒരു മാഗ്നറ്റിന്റെ ഗോസ് എന്ന് പറയുന്ന അപ്രോക്സിമേറ്റ്ലി ഒരു 1700 മുതൽ 2500 ഗോസ് പവർ ആണ് സിംഗിൾ മാഗ്നറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, 3 എന്ന് പറയുന്നത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫാബ്രിക് എന്ന് പറയുന്നത് 300 to 350 GSM പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ബെനിഫിറ്റ് എന്താ വെച്ചാൽ, ഒരു രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ഹാഫ് ആൻ അവറും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഹാഫ് ആൻ അവറും ഇതിനകത്ത് കിടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കംപ്ലീറ്റ് കറക്റ്റ് ആവുകയും നിങ്ങൾക്ക് ഹോൾ ഡേയിൽ നിങ്ങളുടെ ശരീരത്തിൽ പോയ റേഡിയേഷൻ, അതായത് മൊബൈൽ റേഡിയേഷൻ, TV റേഡിയേഷൻ, AC റേഡിയേഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, സയന്റിഫിക് റേഡിയേഷൻ, ഇതിനെല്ലാം പുറത്ത് എടുത്ത് കളയാനുള്ള ഒരു സിസ്റ്റം മാഗ്നറ്റിക് തെറാപ്പിക്കുണ്ട്. അപ്പൊ മാഗ്നറ്റിക് തെറാപ്പി നിങ്ങളുടെ ശരീരത്തിലെ മാഗ്നറ്റിക് ഫീൽഡിനെ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണ്ട് 90 അസുഖങ്ങൾ, 90 ടൈപ്സ് ഓഫ് അസുഖങ്ങൾ വരാതെ പ്രിവെന്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇത് 1 ടൈം പർച്ചേസ് ലൈഫ് ടൈം യൂസേജ് പ്രൊഡക്റ്റ് ആണ്. കാരണം അറൌണ്ട് 75 to 100 ഇയേഴ്സ് നമുക്ക് വന്നിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഈ ബെഡ്. സോ ഒരു ബെഡ് ഒരു ഫാമിലിയിൽ മേടിച്ചു കഴിഞ്ഞാൽ എൻ്റയർ ഫാമിലി അവർക്ക് ഉപയോഗിക്കാം. കാരണം രാവിലെ ഫസ്റ്റ് ഹാഫിൽ എഴുന്ന ഒരു ഹാഫ് ആൻ അവറും രാത്രി ഉറങ്ങുന്ന ഒരു ഹാഫ് ആൻ അവർ ഈസ് മോർ ദാൻ ഇനഫ്. അടുത്തതെന്ന് പറയുന്നത് ന്യൂജൻ, ഇതൊരു ന്യൂജൻ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ടൈക്കോൺ എസെൻഷ്യൽ പ്ലസ്, ഇതൊരു ന്യൂജൻ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇതൊരു ജർമ്മൻ കമ്പനിയാണ് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊരു ജർമ്മൻ പ്രൊഡക്റ്റ് ആണ്, ജർമ്മനിയിൽ ഡെവലപ്പ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന് ഇന്ത്യയിൽ നമ്മൾ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോണി, നമ്മുടെ പഴയ ഇന്ത്യൻ ക്യാപ്റ്റൻ, ഇപ്പം ചെന്നൈ IPL CSK കളിച്ചുകൊണ്ടിരിക്കുന്ന മഹേന്ദ്ര സിംഗ് ധോണിയാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ. അപ്പൊ ഇത് എന്താണെന്ന് വെച്ചാൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പല ടൈപ്പ് ഓഫ് പ്രൊട്ടക്ഷൻ എല്ലാവർക്കും കൊടുക്കുന്നു. എന്താണ്, നമ്മൾ ഇന്ന് കുട്ടി ജനിക്കുമ്പോൾ തന്നെ ജനിച്ച് ആ കുട്ടിക്ക് എന്ത് സോഫ്റ്റ് ആണ് കുട്ടിയുടെ സ്കിന്നും കുട്ടിയൊക്കെ, എന്ത് സോഫ്റ്റ്, എന്ത് ഡെലിക്കേറ്റ് ആണ്. പക്ഷെ ആ കുട്ടിക്ക് നമ്മൾ എത്ര മാത്രം ഇഞ്ചക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അറിയോ? ഈ ഇഞ്ചക്ഷൻ, ആ ഇഞ്ചക്ഷൻ, 5ാം പനി വരാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ, ചിക്കൻ പോക്സ് വരാനുള്ള ഇഞ്ചക്ഷൻ, വൈറൽ ഫീവർ വരാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ,
കാലിന് മന്ത് വരും, മന്ത്. ഓക്കെ, മന്ത് വരാനുള്ള ഇഞ്ചക്ഷൻ, ഇങ്ങനത്തെ ഇഞ്ചക്ഷൻ, അങ്ങനത്തെ കുട്ടി ജനിച്ച ഒരു 6 മാസത്തിനകത്ത് ഒരു 15-20 ഇഞ്ചക്ഷൻ കൊടുക്കും. എന്തിനാണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്? പ്രിവെൻഷൻ, സെക്യൂരിറ്റി. ഈ കുട്ടി, അത് ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, വലുതാവുമ്പോൾ ഈ കുട്ടിക്ക് ഇന്ന അസുഖം വരാൻ പാടില്ല, അന്ന അസുഖം വരാൻ പാടില്ല, വൈറൽ ഇത് വരാൻ പാടില്ല, പോളിയോ വരാൻ പാടില്ല, അതുകൊണ്ട് പോളിയോ ഡ്രോപ്പ് കൊടുക്കും, പോളിയോ വരാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ സെക്യൂരിറ്റി കൊടുക്കുന്നു. വലുതായാലോ ഒരു പെൺകുട്ടിയാണ് നമ്മുടെ വീട്ടിലുണ്ട്, ഒരു പെൺകുട്ടി, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവരുടെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ടെൻഷനാണ്. അപ്പം ആ കുട്ടി ട്യൂഷന് പോകുന്നെങ്കിൽ അച്ഛന്റെ വണ്ടിയിൽ തന്നെ കൊണ്ടുപോയി വിടും, തിരിച്ച് അച്ഛൻ തന്നെ പോയി പിക്കപ്പ് ചെയ്തുകൊണ്ട് വരും, ട്യൂഷന് വിടണമെങ്കിലും പോയി വിളിച്ചോണ്ട് വരും. എന്തിനാണ് ഈ കെയർ എന്ന് പറഞ്ഞാൽ? പെൺകുട്ടി, പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്. അപ്പൊ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നമ്മൾ ആ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മളൊരു വീട് കൺസ്ട്രക്ട് ചെയ്താലോ, അതിനൊരു മതില്, ഓക്കെ, നല്ല പൊക്കത്തില് മതില്, ഗേറ്റ്, നല്ല സ്ട്രോങ് ഗേറ്റ്, അതിനകത്ത് വന്നാലോ ഒരു വീടിന്റെ എൻട്രൻസിന് വലിയൊരു കതവ്, അതിനൊരു പൂട്ട്. അത് കഴിഞ്ഞ് വന്നാലോ നമ്മുടെ മെയിൻ സാധനങ്ങൾ, നമ്മുടെ എക്സ്പെൻസീവ് ജ്വല്ലറി എല്ലാം നമ്മൾ എവിടെ വെക്കുന്നത്? നോർമലി ഒരു വീട്ടിൽ ബെഡ്റൂമിലാണ് വെക്കുന്നത്. ഇപ്പൊ ബെഡ്റൂമിൽ അതിനൊരു എക്സ്ട്രാ ലോക്കർ, അതിന് നമ്മുടെ കാശും ഇതൊക്കെ വയ്ക്കാനുള്ള സാധനങ്ങൾ, ഇതൊക്കെയാണ് ഈ സംഭവത്തിൽ വെക്കുന്ന ഒരു സംഭവം. ഓക്കെ, സോ ഓവറോൾ എന്താണെന്ന് വെച്ചാല് നിങ്ങള് ഇതിനകത്തുള്ള മെയിൻ സംഭവം എന്താന്ന് വെച്ചാല് നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റിയും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഫോണിന് അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിന് എന്ത് സെക്യൂരിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്? ഓക്കെ, നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് ഒരാൾ ഹാക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും അറിയോ? നിങ്ങളുടെ ഫോണിൽ എന്തൊക്കെയുണ്ട്? നിങ്ങളുടെ പേഴ്സണൽ ഫോട്ടോസ് ഉണ്ട്, നിങ്ങളുടെ വീഡിയോസ് ഉണ്ട്, നിങ്ങളുടെ കോണ്ടാക്ട്സ് ഉണ്ട്. ഇത് കൂടാതെ നിങ്ങളുടെ ബാങ്കിന്റെ ആപ്പ് ഉണ്ട്. ഇപ്പൊ SBI ആണെങ്കിൽ SBI, ICICI ആണെങ്കിൽ അതിന്റെ ആപ്പ് ഉണ്ട്, ഫോൺ പേ ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്, പേടിഎം ഉണ്ട്, ഇങ്ങനെ പലതും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഫോൺ ഒരാൾ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അയാൾ ഹാക്ക് ചെയ്ത് കണക്കാണ്. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മുടെ ഫോണിന് പ്രൊട്ടക്ട് കൊടുക്കുന്ന, നമ്മുടെ ലാപ്ടോപ്പിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ടൈക്കോൺ എസെൻഷ്യൽ പ്ലസ്. അപ്പൊ ഇത് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല്, ഇത് നമ്മൾ ആരും ഹാക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല, അൺവാണ്ടഡ് മെസ്സേജ് വരാൻ സമ്മതിക്കത്തില്ല, നമ്മുടെ ഫോണിലെ ക്യാമറയെ സ്പൈവെയർ ചെയ്യാൻ സമ്മതിക്കത്തില്ല. ആന്റി ഫിഷിംഗ് ഉണ്ട്, ആന്റി സ്പൈവെയർ ഉണ്ട്, ആന്റി ട്രോജൻ ഉണ്ട്, ആന്റി മാൽവെയർ ഉണ്ട്, ആന്റി റാൻസം വെയർ ഉണ്ട്. ഇത് റെഗുലർ ആയിട്ട് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. ഹ്യൂറിസ്റ്റിക് സ്കാൻ റെഗുലർ ആയിട്ട് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ഫോണിൽ എന്തെങ്കിലും ഒരു ത്രെട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ അവൻ അതിനെ കട്ട് ചെയ്ത് അവൻ പുറത്തെടുത്ത് കളയും. അവൻ നമ്മളെ ചെയ്യാൻ പറ്റില്ല. അതുകൂടാതെ ആന്റി തെഫ്റ്റ്, സപ്പോസ് നമ്മുടെ ഫോൺ ആരെങ്കിലും മോഷ്ടിച്ചെടുത്തോണ്ട് പോയെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും മറന്നു വെച്ചിട്ട് അയാൾ എടുത്തോണ്ട് പോയതാണ് ഇരിക്കട്ടെ, ഈ 2 കേസിലും നെക്സ്റ്റ് ഡേ അയാൾ നിങ്ങളുടെ വീട് തേടി വന്ന് നിങ്ങൾക്ക് ആ ഫോൺ തന്നിട്ട് സോറി പറഞ്ഞിട്ട് പോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ ആളുടെ വീട്ടിൽ പോയി എന്റെ ഫോൺ താടേ അല്ലെങ്കിൽ എന്റെ ലാപ്ടോപ്പ് താടേ എന്ന് പറഞ്ഞ് മേടിക്കുന്ന ഒരു ആന്റി തെഫ്റ്റ് ഫീച്ചർ ഇതിനകത്ത്, അമേസിംഗ് ആയിട്ടുള്ള ഫീച്ചർ ഇതിനകത്തുണ്ട്. പാരന്റൽ കൺട്രോൾ, നമ്മുടെ മോൻ അല്ലെങ്കിൽ മോക്ക് നമുക്ക് ഈ എക്സ്ട്രാ ഇത് സോഫ്റ്റ്വെയർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്തൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫോണിൽ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് മോണിറ്റർ ചെയ്തുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റി ഉള്ള ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ആൻഡ്രോയിഡ് എസെൻഷ്യൽ പ്ലസ്. അപ്പൊ നമ്മളിപ്പോ സെക്കൻഡ് P ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, പ്രോഡക്റ്റ് എന്നുള്ള P ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനകത്ത് എക്സലന്റ് ആയിട്ടുള്ള വെൽനെസ് പ്രൊഡക്റ്റുകൾ കണ്ടു, ന്യൂജൻ പ്രൊഡക്ട്സ് കണ്ടു, ലൈഫ് സ്റ്റൈൽ പ്രൊഡക്ട്സ് കണ്ടു, കറക്റ്റ് അല്ലേ? അപ്പം അതിന്റെ പ്രൈസസ് ആണ് ഞാനിപ്പോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ എസെൻഷ്യൽ, നമ്മുടെ ടൈക്കോൺ എസെൻഷ്യൽ പ്ലസ് ആന്റി തെഫ്റ്റ് MRP 1800 ആണ്, 1150 ആണ് എന്റെ DP. അത് എനിക്ക് സാനിറ്ററി പാഡ് എടുക്കുവാണെങ്കിൽ 1500 MRP, 1250 ആണ് DP. അത് എനിക്ക് ഓർത്തോ കെയർ, ഡൈബോ കെയർ, ഫീമെയിൽ കെയർ, അമൃത് ജ്യൂസ്, സീബക്തോൺ ജ്യൂസ്, ഇങ്ങനെയുള്ള എല്ലാ പ്രോഡക്റ്റിന്റെ MRP നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1500 rupees ആണ് MRP. ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് 1250 ആണ്. ഇതിനെല്ലാം നമുക്ക് കിട്ടുന്നത് 0.25 PV ആണ്, 0.25 PV. ഓക്കെ, അതുകൂടാതെ ടൈക്കോൺ G1 പ്രാഷിൽ തന്നെ നമുക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. മാഗ്നറ്റിക് കിറ്റ് ഉണ്ട്, അത് 9999 ആണ് അതിന്റെ MRP. 6000 ആണ് മാഗ്നറ്റിക് കിറ്റിന്റെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ്. അപ്പൊ നമ്മൾ എല്ലാവരും ഈ പ്രോഡക്റ്റ് മേടിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിലാണ്, നമ്മൾ ആരും MRPയിലല്ല ഈ പ്രോഡക്റ്റ് മേടിക്കുന്നത്. അപ്പം ഇനി ഫസ്റ്റ് റൂൾ, കമ്പനിയുടെ ബേസിക് തമ്പ് റൂൾ എന്ന് പറയുന്നത് ഇതാണ്. ഫസ്റ്റ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ 2 P കാണണം. ഫസ്റ്റ് എന്തൊക്കെയാണ്?
കമ്പനിയുടെ പ്രൊഫൈൽ എങ്ങനെയുണ്ട്, പ്രൊഫൈൽ അമേസിങ്. 2, കമ്പനിയുടെ പ്രോഡക്ട്സ് എങ്ങനെയുണ്ട്, പ്രോഡക്ട്സ് സൂപ്പർബ്, യുണീക്ക്, ഇന്നോവേറ്റീവ്, റിസൾട്ട് ഓറിയന്റഡ്, സർട്ടിഫൈഡ് ആയിട്ടുള്ള അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്. അപ്പൊ അവർ പറയുന്നത് എന്താ, ഫസ്റ്റ് ബൈ ദ പ്രോഡക്റ്റ്, നിങ്ങൾ ആദ്യം ഒരു പ്രോഡക്റ്റ് മേടിക്കുക. യൂസ് ദ പ്രോഡക്റ്റ്, നിങ്ങൾ രണ്ടാമത് പ്രോഡക്റ്റ് ഉപയോഗിക്കുക. ഇഫ് യു ആർ സാറ്റിസ്ഫൈഡ് റെക്കമെൻഡ് ദ പ്രോഡക്റ്റ്, നിങ്ങൾ സാറ്റിസ്ഫൈ ആണെങ്കിൽ റെക്കമെൻഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യേണ്ട കാര്യമല്ല. പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് നല്ലതാണെങ്കിൽ നിങ്ങൾ ആളുകളോട് പറയും, ആളുകളോട് പറയുമ്പോൾ അവരും മേടിക്കും. സോ ബിസിനസ് സ്റ്റാർട്ട്സ്. അങ്ങനെയാണ് ഈ ബിസിനസ് തുടങ്ങുന്നത്. ഇതിനെയാണ് നമ്മൾ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മൂന്നാമത്തെ പി, ദാറ്റ് ഈസ് ബിസിനസ് പ്ലാൻ. അതിനകത്ത് ഇൻകം ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മുടെ ഇവിടെ 5 ടൈപ്പ് ആണ് മെയിൻ ഇൻകം എന്ന് പറയുന്നത്. ഒന്ന് ഡയറക്റ്റ് ഇൻകം, മാച്ചിങ് ഇൻകം, ലെവൽ ഇൻകം, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്, എക്സലന്റ്, ബൊണാൻസ, ടൂർ ഓഫേഴ്സ്. അതിൽ ഫസ്റ്റ് ഡയറക്റ്റ് ഇൻകം. ഡയറക്റ്റ് ഇൻകം വെരി സിമ്പിൾ. നിങ്ങൾ ആരെയൊക്കെ ബിസിനസ്സിൽ റെഫർ ചെയ്യുന്നു, അവർ എത്ര രൂപയിലാണോ ഈ ബിസിനസ്സിൽ വരുന്നത്, അപ്രോക്സിമേറ്റ്ലി അതിന്റെ 5% നമുക്ക് ഡയറക്റ്റ് ഇൻകം ആയിട്ട് ലഭിക്കുന്നു. ഇതിന് ക്യാപ്പിംഗ് ഇല്ല. ഇത് എത്ര വേണമെങ്കിലും നമുക്ക് ഡയറക്റ്റ് ചെയ്യാം, എത്ര വേണമെങ്കിലും നമുക്ക് ഡയറക്റ്റ് ഇൻകം മേടിക്കാം. രണ്ടാമതെന്ന് പറയുന്നത് മാച്ചിങ് ഇൻകം. മാച്ചിങ് ഇൻകം വളരെ സിമ്പിൾ ആണ്. അപ്രോക്സിമേറ്റ്ലി 10% ആണ് മാച്ചിങ് കിട്ടുന്നത്. ലെഫ്റ്റിൽ ഒരു പി വി, റൈറ്റിൽ ഒരു പി വി ആകുമ്പോൾ നമുക്ക് 500 രൂപ. അപ്പൊ ഒരു പി വി മേടിക്കണമെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 5000 റുപ്പീസിന്റെ പ്രൊഡക്റ്റ് മേടിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ 5000 റുപ്പീസിന്റെ പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ നമുക്ക് ഒരു പി വി കിട്ടും. അപ്പൊ 1 പി വി ലെഫ്റ്റ്, 1 പി വി റൈറ്റ്, 500 റുപ്പീസ്. 100 പി വി ലെഫ്റ്റ്, 100 പി വി റൈറ്റ്, 50,000 റുപ്പീസ്. 500 പി വി ലെഫ്റ്റ്, 500 പി വി റൈറ്റ്, 2.5 lakh റുപ്പീസ്. അപ്പം ഒരാഴ്ചയിൽ 2.5 ലക്ഷം രൂപ മേടിക്കുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് ഈ മാച്ചിങ് ബോണസിലൂടെ മാത്രം ടൈക്കോൺ ബിസിനസ് തരുന്നത്. അപ്പൊ ഇതിന്റെ ക്ലോസിംഗ് എന്ന് പറയുന്നത് എവറി ഫ്രൈഡേ ആണ്. ഓക്കെ, അപ്പം എക്സലന്റ് ആയിട്ടുള്ള ക്ലോസിംഗ് നടന്നിട്ടുണ്ട് ഫ്രൈഡേയില്. അപ്പം ആ ക്ലോസിംഗിന്റെ പേ ഔട്ട് എന്ന് പറയുന്ന മൺഡേ, ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന പലവരും അവരുടെ പേ ഔട്ട് റിസീവ് ചെയ്ത് കാണും. ഓക്കെ, ലാസ്റ്റ് മൺഡേ റിസീവ് തന്നെ. ഇപ്പൊ ഈ വരുന്ന മൺഡേയിൽ അഗൈൻ സൂപ്പർബ് ആയിട്ടുള്ള പേ ഔട്ട് വരുന്നുണ്ട്, അതും അവർ റിസീവ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ നമ്മുടെ മിനിമം പേ ഔട്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് 250 രൂപയാണ്. മാക്സിമം എന്ന് പറയുന്നത് ഒരാഴ്ചയിൽ 2.5 ലക്ഷം രൂപയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഓൺലി ഇൻ മാച്ചിങ് ബോണസ്. ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ 2.5 ലക്ഷം എന്ന് പറയുന്ന മാച്ചിങ് ബോണസ് ആണ്. ഡയറക്റ്റ് ഇൻകത്തിന് ലിമിറ്റ് ഇല്ല, ക്യാപ്പിംഗ് ഇല്ല, സീലിംഗ് ഇല്ല. അത് എത്ര വേണമെങ്കിലും മേടിക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അടുത്തത് നമ്മുടെ മാച്ചിങ് ബോണസിലെ ഒരു കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ പെയർ 1:1 ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. പക്ഷേ ഫസ്റ്റ് ടൈം മാത്രം, തുടങ്ങുമ്പോൾ മാത്രം 1:2 അല്ലെങ്കിൽ 2:1 ആയിട്ട് എടുക്കും. പിന്നെ 1:1 ആണ് അൺലിമിറ്റഡ് ഡെപ്ത്. ഓക്കെ, അപ്പൊ 250 റുപ്പീസ് ലെഫ്റ്റിലും 500 റുപ്പീസ് റൈറ്റിലും വരുമ്പോൾ ഫസ്റ്റ് പേ ഔട്ട് 250 റുപ്പീസ് റിലീസ് ആവും. പിന്നെ തൊട്ട് എല്ലാം 1:1 റേഷ്യോയിൽ മാച്ചിങ് ആയി പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അമേസിംഗ് ആയിട്ടുള്ള ഒരു ഇൻകം ആണ്, ദാറ്റ് ഈസ് ലെവൽ ഇൻകം. ലെവൽ ഇൻകം വന്നിട്ട് ടോട്ടൽ 25% ആണ് കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് ലെവലിൽ 10%, സെക്കൻഡ് ലെവലിൽ 10%, തേർഡ് ലെവലിൽ 5%. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഫസ്റ്റ് ലെവലിൽ ഒരു 5 പേരെ റെഫർ ചെയ്തു. ഈ 5 പേര് ടോട്ടൽ മേടിക്കുന്ന മാച്ചിങ് ഇൻകത്തിന്റെ, ആ ആഴ്ചയിൽ അവർ മേടിക്കുന്ന ടോട്ടൽ മാച്ചിങ് ഇൻകത്തിന്റെ 10% നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടും. അതിനൊക്കെ 5 പേര് ചേർന്ന് 5 പേരെ റെഫർ ചെയ്ത് നോക്കിയാൽ അപ്പൊ ആ സെക്കൻഡ് ലെവലിലുള്ള അത്രയും 25 പേര് മേടിക്കുന്ന ടോട്ടൽ ഇൻകത്തിന്റെ 10% നിങ്ങൾക്ക് കിട്ടും. അതുപോലെ അവരൊരു 5 പേരെ റെഫർ ചെയ്ത് നോക്കി, അപ്പൊ ഏതാണ്ട് 125 പേര്. ഈ 125 പേര് മേടിക്കുന്ന 5%, അവരുടെ ടോട്ടൽ ഇൻകത്തിന് 5% നിങ്ങൾക്ക് കിട്ടും. സോ ഈ ഇൻകത്തിനും ക്യാപ്പിംഗ് ഇല്ല, ലിമിറ്റ് ഇല്ല. ഈ ഇൻകം നിങ്ങൾക്ക് ഒരാഴ്ചയിൽ 2 ലക്ഷം രൂപയും മേടിക്കാം, 2 കോടി രൂപ വേണമെങ്കിലും മേടിക്കാം, 20 കോടി രൂപ വേണമെങ്കിലും മേടിക്കാം. കാരണം ഇതിനകത്ത് എന്തില്ല, ക്യാപ്പിംഗ് ഇല്ല, സീലിംഗ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഇൻകം കൂടുതൽ കിട്ടണമെങ്കിൽ ടെക്നിക്ക് ഒന്നാണ്, മാക്സിമം ആളുകളെ റെഫർ ചെയ്യുക, മാക്സിമം നല്ല ആളുകളെ റെഫർ ചെയ്യുക, അവരെ കറക്റ്റ് ആയിട്ട് മോട്ടിവേറ്റ് ചെയ്യുക, അവരെ കൊണ്ട് ബിസിനസ് ചെയ്യിപ്പിക്കുക. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലെവൽ ഇൻകം കൂടിക്കൊണ്ടിരിക്കും. അടുത്തത് അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ബൈനറി ഇൻകം എന്ന് പറയുന്നത്, മാച്ചിങ് ഇൻകം എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 10% ആണ് ഞാൻ പറഞ്ഞു അല്ലേ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 25 പി വി ലെഫ്റ്റ്, 25 പി വി റൈറ്റ് വന്നെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ആദ്യമേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, 25 പി വി ലെഫ്റ്റ്, 25 പി വി റൈറ്റ് വരുമ്പോൾ എന്ത് സംഭവിക്കും? 25 പി വി ലെഫ്റ്റ്, 25 പി വി റൈറ്റ് വരുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ ഒരു സ്റ്റാർ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറും. അപ്പൊ 1 പി വി ലെഫ്റ്റ്, 1 പി വി റൈറ്റിന് 500 രൂപയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ 25 പി വി ലെഫ്റ്റ്, 25 പി വി റൈറ്റ് എന്ന് പറയുമ്പോൾ 12,500 റുപ്പീസ് നിങ്ങൾ എയിം ചെയ്യുമ്പോഴാണ് നിങ്ങൾ സ്റ്റാർ അച്ചീവർ ആവുന്നത്. ഇപ്പം നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ടോപ്പ് ലീഡർ മിസ്റ്റർ മഹേഷ് ഓൾറെഡി ഈ ആഴ്ചയിൽ സ്റ്റാർ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുണ്ട്, സ്റ്റാർ അച്ചീവർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ സ്റ്റാർ ആവുമ്പോൾ എന്താണ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനി ഒരു 5,000 റുപ്പീസ് ക്യാഷ് അവാർഡ് കൊടുക്കും. അപ്പൊ 12,500 നിങ്ങൾ ഏൺ ചെയ്യുമ്പോൾ 5,000 റുപ്പീസ് അഡീഷണൽ ക്യാഷ് അവാർഡ്. അപ്പൊ നമ്മുടെ
ആക്ച്വൽ നമ്മുടെ ഇൻകം 10% അല്ല, അപ്രോക്സിമേറ്റ്ലി 14% ഉണ്ട്. അതിൽ 10% ഉടനെ റിലീസ് ചെയ്യുക, റിമൈനിങ് 4% ആഴ്ച റിലീസ് ചെയ്യുന്നതായിട്ടാണ്. ആഴ്ച എങ്ങനെ റിലീസ് ചെയ്യും? ഇത് നിങ്ങൾ മാച്ച് ചെയ്യുമ്പോൾ 25 PV 25 ആകുമ്പോൾ 5000, 50 PV മാച്ച് ചെയ്യുമ്പോൾ 10,000, ഓക്കെ, 1000 PV മാച്ച് ചെയ്യുമ്പോൾ 2 crores. അതുപോലെ നിങ്ങൾ വന്നിട്ട് ക്രൗൺ ഡയമണ്ട് എന്ന് പറയുന്ന പൊസിഷൻ ആകുമ്പോൾ 1 crore ക്യാഷ് അവാർഡ് ആണ്. കോഹിനൂർ ഡയമണ്ട് എന്ന് പറയുമ്പോൾ 2 crore ക്യാഷ് അവാർഡ് ആണ്. റോയൽ കോഹിനൂർ ഡയമണ്ട് എന്ന് പറയുമ്പോൾ 5 crore ക്യാഷ് അവാർഡ് ആണ്. ദെൻ ദ ലാസ്റ്റ് റിട്ടയർമെന്റ് സ്റ്റേജ് ആണ് അവർ പറയുന്ന കിങ് ഓഫ് ടൈക്കോൺ. അപ്പൊ നിങ്ങൾ കിങ് ഓഫ് ടൈക്കോൺ ആവുമ്പോൾ നിങ്ങൾക്ക് 10 കോടി രൂപ 10 crores നിങ്ങൾക്ക് ക്യാഷ് അവാർഡും എവറി മന്ത് 1% കമ്പനിയുടെ ടേൺ ഓവറിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ കിങ് ഓഫ് ടൈക്കൺ ആവുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 60 മുതൽ 75 കോടി രൂപ നിങ്ങൾ എയിം ചെയ്ത് കാണും. അതിൽ നിങ്ങളുടെ മന്ത്ലി പെൻഷൻ എന്ന് പറയുന്ന അപ്രോക്സിമേറ്റ്ലി 75 ലക്ഷം മുതൽ 1 കോടിയുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് പെൻഷനും കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ദിസ് ഈസ് ദ പ്ലാൻ. ഇപ്പൊ കമ്പനി പറയുന്ന കിങ് ഓഫ് ടൈക്കോൺ ഫോക്കസ് ചെയ്യുക, കിങ് ഓഫ് ടൈക്കോൺ ആയിട്ട് റിട്ടയർ ലൈഫ് എൻജോയ് ചെയ്യുക. അപ്പൊ നിങ്ങൾ കാശ് എൻജോയിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി കാശ് മാത്രം മതിയോ നമുക്ക്? അപ്പം നമുക്ക് എന്റർടൈൻമെന്റും വേണ്ടേ? അപ്പം ടൂർസ് ആണ്. പ്ലാറ്റിനം എന്ന് പറയുന്ന ഒരു പൊസിഷൻ അച്ചീവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 2 nights 3 days ഫുള്ളി പെയ്ഡ് ഗോവ ടൂർ ലഭിക്കും. സിംഗിളിനാണ് ലഭിക്കുന്നത്. ഡയമണ്ട് തൊട്ട് എല്ലാം ഫാമിലിയാണ്. ഡയമണ്ട് ആയി കഴിഞ്ഞാൽ ഫാമിലി ടൂർ ആണ്. ബാലി ഫാമിലി ടൂർ, ബ്ലൂ ഡയമണ്ട് ആകുമ്പോൾ ദുബായ് ഫാമിലി ടൂർ, റോയൽ ഡയമണ്ട് ആകുമ്പോൾ മാൽദീവ്സ് ഫാമിലി ടൂർ, ക്രൗൺ ഡയമണ്ട് ആകുമ്പോൾ പാരീസ് ഫാമിലി ടൂർ, കോഹിനൂർ ആകുമ്പോൾ ഓസ്ട്രേലിയ ഫാമിലി ടൂർ, റോയൽ കോഹിനൂർ ആകുമ്പോൾ യൂറോപ്പ് ഫാമിലി ടൂർ. ഇത് ഏതാണ്ട് ഒരു 25-30 ദിവസത്തെ ടൂറാണ് ഈ യൂറോപ്പ് ഫാമിലി ടൂർ എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് യൂറോപ്പിലുള്ള മേജർ ആയിട്ടുള്ള 6-7 കൺട്രീസിനെ കവർ ചെയ്യുകയും എക്സലന്റ് ആയിട്ടുള്ള ഒരു ട്രിപ്പാണ് നിങ്ങളുടെ ഫാമിലി ആയിട്ട് നിങ്ങൾ പോകുന്നത്. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത 5 ടൈപ്സ് ഓഫ് ടോട്ടൽ ഇൻകം. ദാണ്ട ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഒരു ചെറിയ ഒരു ഇത് കാണിച്ചു തരാം. നിങ്ങൾ ടൈക്കോൺ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കണ്ടാൽ മതി. ടൈക്കോൺ ആയി കഴിയുമ്പോൾ, കിങ് ഓഫ് ടൈക്കോൺ ആയി കഴിയുമ്പോൾ 73,60,97,500 രൂപയാണ് നിങ്ങൾ എയിം ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? 73,60,97,500 രൂപയാണ് നിങ്ങൾ കിങ് ഓഫ് ടൈക്കോൺ ആകുമ്പോൾ നിങ്ങൾ ടോട്ടൽ എയിം ചെയ്യുന്നത്. ഓക്കെ, സപ്പോസ് നമ്മൾ ഈ പൊസിഷൻ ഇതിലല്ല, ഏത് പൊസിഷൻ അച്ചീവ് ചെയ്തിട്ടും എന്തെങ്കിലും ഒരു ചലഞ്ച് വന്നു കഴിഞ്ഞാൽ അവരുടെ നോമിനിക്ക് ഇത് കിട്ടിക്കൊണ്ടിരിക്കും. അതിനാണ് ഇവിടെ നോമിനി ഫെസിലിറ്റി എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ പറയുന്ന വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഈ കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ വളരെ സിമ്പിൾ ആണ്. രജിസ്ട്രേഷൻ ഫ്രീ ആണ്. ഈ കമ്പനിയിൽ മിനിമം 0.5 PV പ്രോഡക്റ്റ് മേടിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ID ആക്ടിവേറ്റ് ചെയ്യാം. അപ്രോക്സിമേറ്റ്ലി 2500 പ്രോഡക്റ്റ് മേടിച്ചുകൊണ്ട് നിങ്ങളുടെ ID നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, പ്ലാൻ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ക്യാപ്പിംഗ്, ഹയസ്റ്റ് ക്യാപ്പിംഗ് 2.5 ലക്ഷം രൂപയാണ്. 2 ഡയറക്റ്റ് കമ്പൽസറി ആണ്, ഒന്ന് ലെഫ്റ്റ് ഒന്ന് റൈറ്റിലും. ഹാൻഡ്ലിംഗ് ചാർജും TDS-ഉം ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, സോ ഈ ബിസിനസ് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ടീം വർക്ക് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള സ്വപ്നങ്ങൾ, അപ്പൊ നമ്മുടെ ബേസിക് സ്വപ്നങ്ങൾ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻസിന്റെ ബേസിക് സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നല്ലൊരു വീട്, അല്ലെ, ഒരു റെസ്പെക്ടബിൾ ആയിട്ട് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ലക്ഷറി കാറ്, നല്ലൊരു ബാങ്ക് ബാലൻസ്, അല്ലെ, വീട്ടിലെ വൈഫ് അല്ലെങ്കിൽ മോളോ അല്ലെങ്കിൽ ലേഡീസ് ആരൊക്കെ ഉണ്ടോ, അമ്മയോ, അവർക്കെല്ലാം നല്ല രീതിയിൽ ഗോൾഡ് പ്രൊവൈഡ് ചെയ്യുക, കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് ഫാമിലി ആയിട്ട് ഒരു ഡൊമസ്റ്റിക് ടൂറും ഇന്റർനാഷണൽ ടൂറും പോവുക. ഇതാണ് ബേസിക്. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ടൈക്കോൺ ബിസിനസ്സിൽ അവൈലബിൾ ആണ്. അപ്പൊ അത് എങ്ങനെയാണ് അവൈലബിൾ ആവുന്നതെന്ന് പറഞ്ഞാൽ ത്രൂ അവർ പ്രോപ്പർ എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് ഓക്കെ, ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാം ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടർ ട്രെയിനിങ് വർക്ക്ഷോപ്പ് ഉണ്ട്, ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്, ട്രെയിൻ ദ ട്രെയിനർ പ്രോഗ്രാം ഉണ്ട്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം ഉണ്ട്, ഓക്കെ, 1 day സെഷൻ ഉണ്ട്, ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്, ഗുരുകുൽ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാം നമ്മുടെ ഒഫീഷ്യൽ ലോഞ്ചിങ് നമ്മൾ ജൂൺ എൻഡിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം വന്നിട്ട് ഈ ട്രെയിനിങ്സ് എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അപ്പൊ നമ്മുടെ ബാങ്കിങ് ഇതാണ്. 2 ബാങ്കിലാണ് നമ്മുടെ മേജർ അക്കൗണ്ട്സ് ഉള്ളത്. ഒന്ന് RBL ബാങ്ക്, ഒന്ന് ആക്സിസ് ബാങ്ക്. ഓക്കെ, സോ താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്, താങ്ക് യു വെരി മച്ച്. ഓക്കെ, സോ ദിസ് ഈസ് അവർ ബേസിക് പ്രസന്റേഷൻ. നമ്മളിപ്പോ കണ്ടത് ഇതാണ്. ഓക്കെ, സോ അപ്പം ഞാൻ പറഞ്ഞാല് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വന്നു കാണാം, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നു കാണാം, ഡൗട്ട്സ് വന്നു കാണാം. ഓക്കെ, ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ നിങ്ങളുടെ ഏത് വ്യക്തി, ഏത് ലീഡർ ആണോ നിങ്ങളെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തത്, ഓക്കെ,